ഓം ശ്രീ മഹാദേവിയെ നമ. കുറച്ചൊരു ഭാഗം ഒന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൃത്യ 8:15 മണിക്ക് സമർപ്പിക്കാം. നമ്മള് ദേവി ഭാഗവതം പ്രഥമ സ്കന്ധം കഴിഞ്ഞ് ദ്വിതീയ സ്കന്ധമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും പറഞ്ഞ കഥകള് ഭാഗവതം അല്ലെങ്കിൽ പുരാണങ്ങൾ പറയുമ്പോൾ വക്താവിനെയും ശ്രോതാവിനെയും ആദ്യം അവതരിപ്പിക്കണം. അപ്പോൾ ഈ ഭാഗവതം ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു? അതാണ് വക്താവ് പറഞ്ഞു കൊടുക്കുന്നയാള്, ശ്രോതാവ് കേൾക്കുന്നയാള്. അപ്പോ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിനിടയ്ക്കാണ് ബാക്കിയുള്ള കഥകളെല്ലാം കടന്നു വന്നത്. ഇനി ഉച്ചയ്ക്ക് പറഞ്ഞു നിർത്തി, അല്ലെങ്കിൽ വൈകുന്നേരം പറഞ്ഞു നിർത്തിയത് ബൃഹത്തായിരിക്കുന്ന മഹാഭാരതം അല്ലെങ്കിൽ പാണ്ഡവ ചരിതമാണ് പറഞ്ഞു നിർത്തിയത്. അതില് വ്യാസന് സത്യവതിയിലുണ്ടായ ആ നിർദ്ദേശമനുസരിച്ച് അംബാലിക തുടങ്ങിയവരിലുണ്ടായ വിചിത്രവീരൻ, ചിത്രാംഗതൻ, അവരുടെ പരമ്പരകൾ പറഞ്ഞു. അവരിൽ നിന്ന് ധൃതരാഷ്ട്രനും പാണ്ഡുവും വിതുരരും ഉണ്ടായത്. അതിനുശേഷം 100 മക്കള് ധൃതരാഷ്ട്രർക്ക്, പാണ്ഡുവിന് 5 മക്കള്. യഥാർത്ഥത്തിൽ പാണ്ഡുവിന്റെ മക്കളല്ല. അതിനുശേഷം ഭീഷ്മരുടെ പൂർവകഥ, ഭീഷ്മരാരായിരുന്നു, എന്തുകൊണ്ടാണ് ശാപഗ്രസ്തനായത്, അന്നേരം അഷ്ടവസ്തുക്കളുടെ കഥ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു അവസാനം മഹാഭാരത യുദ്ധം പറഞ്ഞു. ആ യുദ്ധത്തിൽ പാണ്ഡവർ ജയിച്ചു. യുധിഷ്ഠിരൻ രാജാവായി. അതിനുശേഷം രാജസൂയയാഗം നടത്തി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ഭഗവാന്റെ ചരിതം ഒന്നിവിടെ സൂചിപ്പിച്ചു. ഭഗവാൻ തന്റെ ഈ അവതാര ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ട് ഭഗവാൻ ഈ ശരീരം ഉപേക്ഷിച്ചു. അപ്പൊ ഭഗവാൻ എപ്പോഴാണോ ഈ ശരീരം ദ്വാപരയുഗത്തിൽ ഉപേക്ഷിച്ചത്, ആ ദിവസം മുതൽ കലിയുഗം ആരംഭിച്ചു എന്നാണ് ഭാഗവതം മൂലത്തിൽ പറയും. യഥാ ഭഗവാൻ മുകുന്ദോ ക്ഷ്മാന്തിത്വം സ്വപദം ഗതാ തദ്ദിന കലിരായാത. ഭഗവാൻ തന്റെ ആ ശരീരം ഉപേക്ഷിച്ചിട്ട് സ്വധാമത്തിലേക്ക് എന്നാണോ പോയത്, അന്നു മുതൽ കലിയുഗം ആരംഭിച്ചു. ഈ ഭഗവാൻ സ്വധാമത്തിലേക്ക് പോകുന്ന സമയത്ത് ദ്വാരകയിൽ സാക്ഷാൽ അർജുനൻ ഉണ്ടായിരുന്നു. അർജുനനെയും ഉദ്ധവരെയൊക്കെ വിളിച്ച് ചില കാര്യങ്ങൾ ഭഗവാൻ ഏൽപ്പിച്ചിരുന്നു. പറഞ്ഞതായിരുന്നു, എനിക്ക് ഇത്രയും വയസ്സായി, ഇനി ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിക്കും. ആ ഉപേക്ഷിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ചില പത്നിമാരും എന്നോടൊപ്പം ശരീരം ത്യജിക്കും. അവശേഷിക്കുന്ന പത്നിമാരെ അർജുന നീ കൂട്ടിക്കൊണ്ട് എങ്ങോട്ട് പോക്കോണം? ഹസ്തിനാപുരിയിലേക്ക് പോകണം. ഞാൻ ശരീരം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയാൽ അടുത്ത നിമിഷം ദ്വാരക കടലിൽ മുങ്ങും. അതുകൊണ്ട് ഒരു കാരണവശാൽ ഇവിടെ നിൽക്കരുത്. ഉദ്ധവരോട് പറഞ്ഞു ബദരിയിലേക്കും പൊയ്ക്കൊള്ളുക. അതനുസരിച്ച് ഭഗവാൻ പോയി. അവശേഷിച്ച ഭഗവാന്റെ പത്നിമാരെയും കൂട്ടിക്കൊണ്ട് അർജുനൻ ഹസ്തിനപുരിയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയില് കുറെ കാട്ടുകള്ളന്മാർ വളഞ്ഞു. ഭഗവാന്റെ പത്നിമാരെയും സ്വത്തുമെല്ലാം അവര് മോഷ്ടിച്ചുകൊണ്ടുപോയി. ഏകനായിട്ട് അർജുനൻ പോവുകയാണ്. അതുവരെ അർജുനനൊരു ഭാവമുണ്ടായിരുന്നു. ഈ മഹാഭാരത യുദ്ധം വരെ തന്റെ കഴിവ് കൊണ്ടാണ് ജയിച്ചത്. ആ സന്താനഗോപാലം നടക്കുമ്പോഴും അവിടെ വെച്ച് വെല്ലുവിളിച്ചു, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഈ അർജുനൻ എന്റെ കയ്യിലിരിക്കുന്നത് എന്തോന്നാ? ഗാണ്ഡീവം. ഇതുകൊണ്ടാണ് ഞാൻ മഹാഭാരത യുദ്ധം വിജയിച്ചത്. അതുകൊണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞു. അവസാനം നടന്നോ? എല്ലാ തവണയും പ്രസവിക്കുമ്പോ ചാവിള്ളയെങ്കിലും കിട്ടുമായിരുന്നു. ഇങ്ങനെ കാവലിൽ നിന്നപ്പം അതുമില്ല. അവസാനം ഭഗവാൻ വിളിച്ചോണ്ട് പോയി. ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയപ്പം പോയി നേരെ വൈകുണ്ഠത്തിൽ ചെന്ന് അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാനാണ് ഇതൊക്കെ ചെയ്തത്. നിങ്ങളെ രണ്ടുപേരെയും, നരനും നാരായണനുമാണ് നിങ്ങളെ രണ്ടുപേരെയും എനിക്കൊന്ന് കാണണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒപ്പിച്ച വേലയാന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ടാണ് പിന്നെ ബ്രാഹ്മണന് തിരികെ വന്നപ്പോ 10 പിള്ളേരെയും കിട്ടി. 9 പകരം 10 കിട്ടി. അന്നും മനസ്സിലായി, അർജുനനെ മനസ്സിലാക്കി കൊടുത്തു, നിന്റെ കഴിവല്ല മഹാഭാരത യുദ്ധം നേട്. മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ ഓരോ ദിവസവും യുദ്ധം കഴിഞ്ഞാൽ
രഥത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭഗവാൻ അർജുനനോട് പറയും, നീ ഇറങ്ങി പൊക്കോളാൻ പറയും. അർജുനൻ ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴേ ആര് രഥത്തിൽ നിന്ന് ഇറങ്ങുള്ളൂ? ഭഗവാൻ. മഹാഭാരതത്തിൽ പറയും, 18ാമത്തെ ദിവസം മഹാഭാരത യുദ്ധം തീർന്നു. അർജുനനോട് പറഞ്ഞു ഇറങ്ങിപ്പോക്കോളാൻ. അർജുനൻ ഇറങ്ങിപ്പോയി. ഭഗവാനും രഥത്തിൽ നിന്ന് ഇറങ്ങി അല്പദൂരം പോയി. പിന്നെ കാണുന്നത് ഒരു ബ്ലാസ്റ്റാ. ഏതാ? ആ രഥം കത്തി ചാമ്പലാവുക. പകച്ചുപോയി അർജുനൻ. ഭഗവാനെ എന്താ സംഭവിച്ചത്? കത്തിയല്ലോ. ഇതെന്നെ കത്തിയതാടാ. ദ്രോണരുടെയും ഭീഷ്മരുടെയും ശല്യരുടെയും ഒക്കെ കർണൻ തുടങ്ങിയ മഹാരഥന്മാരുടെ അസ്ത്രമേറ്റ് ഇതെന്നെ കത്തിച്ചാമ്പലായ. പിന്നെ ആരാ പിടിച്ചു നിർത്തിയത്? ഞാനാ. അന്നും ബോധിപ്പിച്ചു കൊടുത്തു, നീയല്ല, നിന്റെ കഴിവല്ല, പിന്നെ ഞാൻ. ഇപ്പോൾ മനസ്സിലായി, ഉറപ്പിച്ചു. ഈ ഭഗവാന്റെ പത്നിമാരെ പോലും രക്ഷിക്കാൻ അർജുനന് കഴിഞ്ഞു. അതേ അർജുനൻ, അതേ ഗാണ്ഡീവം, പക്ഷെ രക്ഷിക്കാൻ പറ്റിയോ? പറ്റിയില്ല. അതാണ് ഭഗവത്ഗീത അവസാനിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. എത്ര യോഗേശ്വര കൃഷ്ണോ തത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർ വിജയോ നീതിർ. അങ്ങനെ ഒരു ശ്ലോകമുണ്ട്. എന്താ അതിന്റെ അർത്ഥം? സാധാരണ വ്യാഖ്യാനിക്കുന്ന എല്ലാവരും യോഗേശ്വരനായ കൃഷ്ണൻ എവിടെ ഉണ്ടോ അവിടെ അർജുനനുണ്ട്, അവിടെ വിജയവും ഉണ്ട്. അത് പൊട്ടത്തെറ്റാണ്. ഭാഷ അറിയാത്തതുകൊണ്ടാണ്. അവിടെ ഉപമയുണ്ട്. എത്ര യോഗേശ്വര കൃഷ്ണോ തത്ര ധനുർധരക പാർത്ഥ. എന്താണ്? എവിടെയാണോ യോഗേശ്വരനായിരിക്കുന്ന കൃഷ്ണൻ ഉള്ളത് അവിടെ വില്ലാളി വീരനായ ആരുള്ളൂ? അർജുനനുള്ളൂ. ഇപ്പോഴും അർജുനനുണ്ട്. എല്ലാ പ്രയോജനം ഉണ്ടോ? ഈ ഭാര്യമാരെ രക്ഷിക്കാൻ പറ്റിയോ? അപ്പൊ ഭഗവാൻ ഉള്ളപ്പോഴേ അർജുനനും എന്തുള്ളൂ? ഈ വില്ലാളി വീരത്വമുള്ളൂ. ഭഗവാൻ ഇല്ലെങ്കിൽ ഇല്ല. ഏതായാലും പക്ഷേ അർജുനൻ ഇത് സമ്മതിക്കില്ലായിരുന്നു. കാരണം അർജുനന് ഭഗവാനേക്കാൾ ഉറപ്പ് ആരെയായിരുന്നു? ആരെയാ? കയ്യിലിരിക്കുന്ന ഗാണ്ഡീവത്തെയാണ്. ഇതിനായിരുന്നു ഉറപ്പ്. ഇപ്പോ മനസ്സിലായി, നമ്മളും വലിയ വ്യത്യാസമൊന്നും ഇല്ല. നമുക്കും ഭഗവാനെയാണോ ഉറപ്പ്, അതോ കയ്യിലിരിക്കുന്ന ഗാണ്ഡീവത്തെയാണോ? പണ്ട് കുഞ്ഞുണ്ണി മാഷ് പാടിയിട്ടുണ്ട്, യേശുവിലാണൻ വിശ്വാസം, കീശയിലാണൻ ആശ്വാസം. വിശ്വാസമൊക്കെ ആരില്ല? യേശുവിലാണ്. ഉറപ്പ് ഏതിലാണ്? കീശയെ കിടക്കുന്ന പേഴ്സിലാവില്ല, ഉറപ്പ് പണത്തിലാവില്ല. ഇതേപോലെ നമ്മുടെ കയ്യിലും ഗാണ്ഡീവം ഏതാ? അന്ന് അർജുനന്റെ കയ്യിൽ വില്ലിന്റെ രൂപത്തിലായിരുന്നു ഗാണ്ഡീവം. ഇപ്പൊ നമ്മുടെ കയ്യിലോ ഒന്നുകിൽ ATM കാർഡ് അല്ലെങ്കിൽ ഫോൺ പേ. ഇതിലാണ് നമ്മുടെ ഉറപ്പ്. ഇതുണ്ടെങ്കിൽ എല്ലാം നടക്കും എന്നാണ്. ഇത് പ്രയോജനപ്പെടത്തില്ല എന്ന് എപ്പോഴാണ് മനസ്സിലാവുന്നത്? ഈ കയ്യിലിരിക്കുന്ന ധനമോ ATM കാർഡോ ഇതൊന്നും എനിക്ക് പ്രയോജനപ്പെടില്ല എന്ന് മനസ്സിലാവും. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളും. ഇനി കൂടി വന്ന ഒരാഴ്ചയും കൂടി ഇരിക്കും. അപ്പോഴാ ചോദിക്കുന്ന, ചൂരക്കുളങ്ങര തിരുമേനിക്ക് മൃത്യുഞ്ജയ ഹോമം ചെയ്യാൻ അറിയാമോ? അപ്പൊ അതുവരെ ഉറപ്പ് ആരിലായിരുന്നു? ഈ പണത്തിലാണ്. ഇത് തന്നെയാണ് ഇവിടെ അർജുനനും ചെയ്തത്. അർജുനന്റെ ഉറപ്പ് ഗാണ്ഡീവത്തിലായിരുന്നു. മനസ്സിലായി, നടന്നില്ല. നേരെ ദുഃഖിതനായിട്ട് ഹസ്തിനപുരിയിലെത്തി. ജ്യേഷ്ഠനോട് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. അവിടെ പറഞ്ഞത് ആ സൂര്യൻ അസ്തമിച്ചു. അതാണ് വ്യാസൻ പ്രയോഗിച്ച പദങ്ങളെല്ലാം വളരെ ഇതാണ്. മരിച്ചു എന്നല്ല പറഞ്ഞത്. പിന്നെ പറഞ്ഞത് എന്താ? ആ സൂര്യൻ അസ്തമിച്ചു. സൂര്യൻ അസ്തമിച്ചാലുള്ള പ്രത്യേകത എന്താ? കൊള്ളാം. അസ്തമിച്ചു എന്ന് പറഞ്ഞാൽ ഇരുട്ടാകും. അതോ എനിക്കും അറിയാവേ. അസ്തമിച്ചാൽ അടുത്ത ദിവസം കിഴക്ക് ഉദിക്കും. ഇല്ലാതായോ? അർത്ഥാൽ മറഞ്ഞു എന്നേയുള്ള അർത്ഥം. അതേപോലെ ഭഗവാനും എങ്ങും പോയിട്ടില്ല. ഇതുവരെ ഉണ്ടായിരുന്ന തന്റെ രൂപം ഒന്ന് മറച്ചു. യുധിഷ്ഠിരനോട് ഇത് കേട്ട ഉടനെ തന്നെ യുധിഷ്ഠിരൻ തീരുമാനിച്ചു, ഭഗവാൻ ഇല്ലാത്ത ഈ ദേശത്ത് ഇനി കഴിയണ്ട. ഉടൻ തന്നെ
പരീക്ഷത്തിന് അല്ലെങ്കിൽ അഭിമന്യു പുത്രനായിരിക്കുന്ന ആ വിഷ്ണുരാജനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്തു. അതിനുശേഷം തന്റെ വേഷമെല്ലാം മാറി, രാജ ചിഹ്നങ്ങളെല്ലാം ഉപേക്ഷിച്ചു, മരവുരി ഉടുത്തു, നേരെ ഹസ്തിനാപുരി വിട്ട് ഇറങ്ങി. തൊട്ടു പിന്നാലെ ആരിറങ്ങി? യുധിഷ്ഠിരൻ ഇറങ്ങിയാൽ പിന്നാലെ ഇറങ്ങേണ്ട കാര്യം തൊട്ട് പുറകെ. ഇപ്പൊ സംശയമാണ്, കാരണം ഇപ്പൊ ആരും അങ്ങനെ പിന്നാലെയല്ല, മുന്നിലാണ്. ആരാ? ഭീമനാണോ ഇറങ്ങേണ്ടത്? യുധിഷ്ഠിരന്റെ തൊട്ട് പുറകെ. ആ പാഞ്ചാലി, അതിനാ പാഞ്ചാലി ഭാര്യയല്ല. എന്താ ഈ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മളെല്ലാരും പറയുന്നത് ഭർത്താവും ഭാര്യ എന്നാണ്. ഭർത്താവ് എന്ന വാക്കിനർത്ഥം അതിനിപ്പോ എന്റെ പ്രത്യേക അർത്ഥം വല്ലോണ്ടോ? ഹസ്ബൻഡ് ആണോ? എന്നാ അല്ല. ഭർത്താവ് എന്ന വാക്കിനർത്ഥം ഭരിക്കുന്നവൻ എന്നാണ്. അപ്പൊ വടി ആരുടെ കയ്യിലാണ്? ഭാര്യ എന്ന് പറഞ്ഞാലോ ഭരിക്കപ്പെടുന്നവളാണ്. അപ്പോ ആര് മുമ്പിൽ നടക്കും? ഭർത്താവാണ്. അത് പണ്ടത്തെ അർത്ഥമാണ്. പത്നി എന്നൊരു വാക്കുണ്ട്. പത്നി എന്താ അർത്ഥം? നമ്മുടെ പുരാണങ്ങളിലൊന്നും ഭാര്യ എന്ന പദം പ്രയോഗിക്കില്ല, പത്നി എന്നേ പറയും. എന്താ അർത്ഥം? പത്നി. അതിപ്പോ ഉച്ചരിക്കാൻ പോലും അറിയത്തില്ല, വേറെയാ ഉച്ചാരണം വരുന്നത്. പത്നി എന്ന വാക്കിനർത്ഥം പതിയാൽ നയിക്കപ്പെടുന്നവളെന്നാണ്. അത് പണ്ട്. ഇപ്പോഴോ പതിയെ നയിക്കുന്നവൾ ദ്വിതീയയിലായി, മറ്റേത് തൃതീയയിലായിരുന്നു. പതിയാൽ. അപ്പൊ ആര് മുമ്പിൽ നടക്കും? ഭർത്താവ് മുമ്പിലും നടക്കും, ഭാര്യ പിന്നാലെ. ഇപ്പോഴത്തെ അർത്ഥം ആര് മുമ്പിൽ നടക്കും? ഭാര്യ മുമ്പിലും നടക്കും. ഒറ്റ തവണയാകെ നടന്നത് എപ്പോഴാണെന്നറിയാമോ? എന്നാ നടന്നതെന്ന് ഓർമ്മയുണ്ടോ? അതിനുശേഷം നമ്മുടെ ഈ MC റോഡിൽ നിന്നാ കാണാം, ഈ ആക്റ്റീവയിലൊക്കെ പോകും. ആരാ വണ്ടി ഓടിക്കുന്നേ? ആരാ വണ്ടി ഓടിക്കുന്നത്? മിക്കവാറും ഈ ഭാര്യമാരാ. പുറകിൽ ആരുണ്ടാവും? ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഈ പോകുന്ന പോക്കില് ഇടത്തോട്ടും നോക്കും, വലത്തോട്ടും ഒക്കെ ഇങ്ങനെ നിൽക്കും. എന്താ? കണ്ടോ എന്റെ ഭാര്യ ഓടിച്ചോണ്ട് പോകുന്ന, കണ്ടോ എന്നുള്ള ഭാവമാവാം. പക്ഷെ ഈ ഇരിപ്പ് കണ്ടാൽ കച്ചിപ്പുറത്ത് ഓന്നി നോക്കുന്ന പോലെ അങ്ങോട്ടി. അപ്പോ എന്താ അർത്ഥം? പത്നി എന്ന വാക്ക് അവിടെ ഭർത്താവിന്റെ നിർദ്ദേശം പോലും അവർക്ക് വേണ്ട. ഭർത്താവ് എന്ത് ചെയ്യുന്നുവോ അതിനനുസരിച്ച് ആരും ഇറങ്ങി? ദ്രൗപദി ഇറങ്ങി, പിന്നാലെ ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. ഇതിന് പറയുന്ന പേരാണ് മഹാപ്രസ്ഥാനം. ഇവിടെ മഹാപ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മരണം എന്നൊന്നുമല്ല, മഹത്തായ പ്രകർഷേണയുള്ള സ്ഥാനത്തേക്ക് പോയി എന്നാണ്. പ്രസ്ഥാനം എന്ന വാക്കിനർത്ഥം മോക്ഷം എന്നാണ്. അതിനാണ് നമ്മൾ പറയും പാണ്ഡവരുടെ എന്താണ് പറയുക, ഉത്തര ദിക്കിലേക്ക് പോയി സാധാരണ പറച്ചിൽ. ഉത്തരം എന്ന വാക്കിനർത്ഥം വടക്കെന്ന് മാത്രമല്ല, നമുക്ക് വന്നിട്ടും പോയിട്ടും അറിയാവുന്ന അർത്ഥം ഉത്തരം എന്ന് ചോദിച്ചാൽ വടക്കെന്നല്ല. ഉത്തരം എന്ന വാക്കിന് സംസ്കൃതത്തിലെ ശരിയായ അർത്ഥം ശ്രേഷ്ഠം എന്നാണ്. അപ്പൊ ശ്രേഷ്ഠമായ ദിക്കിലേക്ക് പോയി. എവിടെ ചെന്നാലാണോ വീണ്ടും ഒരു ശരീരം എടുത്ത് തിരിച്ചു വരേണ്ടാത്തത്, ആ ദിക്കിലേക്ക് പോയി എന്നാണ്. അപ്പോ അവരും പോയി. പിന്നീട് ആര് രാജാവായി? പരീക്ഷിത്ത് രാജാവായി. ജനിച്ച ഉടനെ തന്നെ, അല്ല ഭരണം ഏറ്റെടുത്ത ഉടനെ തന്നെ മനസ്സിലായി ഇവിടെ കലി ബാധി. ഞാൻ അത് പറയുന്നില്ല, അത് ഭാഗവതത്തിലെ കഥയാ. അത് പറയാൻ പോയാൽ ഈ വിഷയത്തിലേക്ക് നിന്ന് വ്യതിചലിക്കും. പരീക്ഷിത്ത് രാജാവായി, കലിയെ നിയന്ത്രിച്ചു. കലിയെ 5 സ്ഥാനങ്ങളിൽ കുടിയിരുത്തി. അത് കഴിഞ്ഞ സപ്താഹത്തിന് പറഞ്ഞിട്ടുണ്ടാവും. ഏതൊക്കെയാണെന്ന് വല്ല ഓർമ്മയുണ്ടോ? അത് മാത്രം പറഞ്ഞേക്കാം. ഒന്ന് ചൂത് കളിക്കുന്ന സ്ഥലം, മറ്റൊന്ന് മദ്യം, ഹിംസ നടക്കുന്നിടം, മറ്റൊന്ന് ദുഷിച്ച സ്ത്രീകൾ അല്ലെങ്കിൽ വ്യഭിചാര വൃത്തി ചെയ്യുന്ന സ്ത്രീകൾ. 5ാമത്തെ സ്ഥാനം കൊടുത്തത് ധനം. ഇത്രയും സ്ഥാനത്ത് ആരോട് ഇരുന്നോളാൻ പറഞ്ഞു? കലിയോട് പറഞ്ഞു. അങ്ങനെ ഇരുന്ന ആ കലി തിരിച്ചാരെ തന്നെ പിടികൂടുകയാണ്? ഈ
പരീക്ഷത്തിനെ ഒരു ദിവസം കാട്ടിൽ നായാട്ടിനായിട്ട് പോയപ്പോൾ ദാഹിച്ചു. തൊട്ടടുത്ത് കണ്ട ഒരു ആശ്രമത്തിൽ ചെന്ന് ഒത്തിരി വെള്ളം കുടിക്കാമെന്ന് വെച്ച് ശമീകൻ എന്നു പേരുള്ള മുനിയുടെ ആശ്രമമായിരുന്നു. അവിടെ ചെന്ന ഉടനെ കാണുന്നത് സമാധിസ്ഥനായിരിക്കുന്ന ശമീകനെയാണ്. അപ്പോ ഈ രാജാവിനൊരു സംശയം, തന്നെ കണ്ടിട്ട് ഇയാള് കണ്ണടച്ചിരിക്കുകയാണോ അതോ ശരിയായ ധ്യാനമാണോ എന്നറിയണം. അങ്ങനെയുണ്ടല്ലോ, ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇയാള് ശരിയായ ധ്യാനത്തിലാണോ എന്നറിയാൻ അന്നേരമാണ് ആ ആളിരിക്കുന്നതിന്റെ സമീപത്ത് ഒരു പാമ്പിന്റെ ജഡം കിടന്നത്. തന്റെ വില്ല് കൊണ്ട് കോരി കഴുത്തിലേക്ക് ഇട്ടു. അദ്ദേഹം പോയി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ പുത്രൻ, ഭാഗവതത്തിൽ പറയുന്ന പേര് ഏതാ? ശമീകന്റെ പുത്രൻ അറിയോ? ശൃംഗി എന്നാണ് ആരുടെ പേര്? ശമീ. പക്ഷേ ദേവി ഭാഗവതത്തിൽ പറയുന്ന പേര് അതല്ല, ഗവി ജാതൻ എന്ന്. ഈ കുട്ടി വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താ? അച്ഛന്റെ കഴുത്തിൽ പാമ്പ്. ഉടൻ തന്നെ അവിടെ വെച്ച് ശാപം കൊടുത്തു, എന്റെ അച്ഛന്റെ കഴുത്തിൽ പാമ്പിനെ കോരിയിട്ട രാജാവ് ഇന്നേക്ക് 7-ാം നാൾ തക്ഷകന്റെ ദംശനമേറ്റ് മരിക്കട്ടെ. ഈ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ശമീകൻ മകനെ ശാസിച്ചു. പറഞ്ഞു, പരീക്ഷത്തിനോട് പോയി വിവരം പറയാൻ. അങ്ങനെ പരീക്ഷത്തിനോട് വിവരം പറയാൻ ആര് പോയി? ഈ ശൃംഗി ചെന്ന്, അല്ലെങ്കിൽ ഗവിജാതൻ ചെന്ന് പറഞ്ഞു, അങ്ങേ ഞാൻ ശപിച്ചു, ഇന്നേക്ക് 7-ാം ദിവസം ഞാൻ മരിക്കും. ദേവി ഭാഗവതത്തിന്റെ മൂലത്തിൽ പറയുന്നത്, ഈ വാർത്ത കേട്ട ഉടനെ തന്നെ പരീക്ഷിത്ത് ഭയന്ന് വിറച്ചു. ശരിയായ ഭാഗവതത്തിൽ അങ്ങനല്ല. ഇത് കേട്ട ഉടനെ തന്നെ ആര് സന്തോഷിച്ചു? പരീക്ഷിത്ത് സന്തോഷിച്ചു. അങ്ങനെ വരുമോ? മരണം ഇന്ന ദിവസം ആണെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണോ ഉണ്ടാവുക അതോ സങ്കടമാണോ? നമുക്ക് ദുഃഖമേ ഉണ്ടാവും. പക്ഷേ അവിടെ പറയുന്നത് സന്തോഷിച്ചു എന്ന കാര്യം എന്താ? 7 ദിവസവും കൂടെ ഇതും ചുമന്നുകൊണ്ട് നടന്നാൽ മതിയല്ലോ. പക്ഷേ ഇവിടെ ദേവി ഭാഗവതത്തിൽ അങ്ങനല്ല, ഭയന്ന് വിറച്ചു. ഈ പരീക്ഷത്തിനെയാണ് ഭാഗവതം കിളിപ്പാട്ട് കൈക്കൊണ്ടത്. ഭാഗവതം മൂലഗ്രന്ഥത്തിലെ എന്താണ്? പരീക്ഷത്തിനെ അല്ല എഴുത്തച്ഛൻ എടുത്തത്. ഈ പരീക്ഷത്തിനെയാണ്. ഭയന്ന് വിറച്ച ഉടനെ തന്നെ ഗംഗാനദിയുടെ തീരത്ത് 7 നില മാളിക പണിതു. 7-ാം നില മാളികയുടെ മുമ്പിൽ മോളിൽ കയറിയിരുന്നു. അപ്പോഴാണ് അവിടെ ആര് വന്നത്? ശുഗബ്രഹ്മർഷി വന്നതെന്നും അവിടെ വെച്ചാണ് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടാണ് ഏത് പറഞ്ഞു കൊടുത്തത്? ശ്രീമദ് ഭാഗവതം. അത് നമ്മുടെ വിഷയമല്ല ഇപ്പോ, അതുകൊണ്ട് അതങ്ങ് പോട്ടെ. ഏതായാലും ഈ തക്ഷകൻ 7-ാം ദിവസമായി. തക്ഷകൻ റെഡിയായി എങ്ങോട്ട് പോവുക? പക്ഷേ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. തക്ഷകൻ അറിഞ്ഞു അങ്ങനെയൊന്നും അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇപ്പൊ ഉണ്ടല്ലോ ഒരു വലിയ കമാൻഡോ, ഈ മോദിയൊക്കെ വരുമ്പോ എന്താണ്, എന്തോ ഒരു കമാൻഡോ പറയും, NSD അല്ലേ? NSD കമാൻഡോകളുടെ പ്രൊട്ടക്ഷനില്ല ആര് മേടിയിരിക്കുന്നത്. അപ്പം മനസ്സിലായി ഈ വേഷത്തിൽ അവിടെ പോകാൻ പറ്റത്തില്ല. അതിന് തക്ഷകൻ ഒരു പണി, ഒരു ബ്രാഹ്മണന്റെ വേഷം അങ്ങോട്ട് എടുത്തു. എന്നിട്ട് തന്റെ ശിങ്കിടികളുണ്ടല്ലോ, ബാക്കിയുള്ള സർപ്പങ്ങള്, അവരോടൊക്കെ പറഞ്ഞു, നിങ്ങളും ചെറിയ ബ്രാഹ്മണ വേഷമൊക്കെ എടുത്തോളാൻ പറഞ്ഞു. ഇങ്ങനെ പോവുക. ഈ വിഷയം അപ്പോഴേക്കും കശ്യപ പ്രജാപതി അറിഞ്ഞു. എന്താ? തക്ഷകൻ ഇന്ന് വന്ന് ദംശനം നടത്തും. അപ്പൊ കശ്യപൻ ആലോചിച്ചു, ഈ തക്ഷകൻ ദംശിക്കുകയാണെങ്കിൽ വീണ്ടും രാജാവിനെ പുനർജീവിപ്പിച്ചാൽ തനിക്ക് ഇത്തിരി ചില്ലറ കിട്ടും. അതിന് കശ്യപനും എന്ത് ചെയ്തു? നേരെ ഹസ്തിനാപുരിക്ക് വിട്ടുപോവാം. അങ്ങനെ പോകുമ്പോൾ ഏതോ ഒരു ജംഗ്ഷനിൽ വെച്ച് ഇവർ രണ്ടും ഒരേ റൂട്ടിലായി. ആരാ? കൊല്ലാൻ പോകുന്നവനും രക്ഷിക്കാൻ പോകും. സംസാരിച്ചിങ്ങനെ വർത്താനം പോകുന്ന ഒരുവനാണല്ലോ. അപ്പം അസ്മാദികളാണല്ലോ. എങ്ങോട്ടായ അത്ര പേരും ചോദിച്ചു. കിഴക്കേടം എങ്ങോട്ടാ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ കിഴക്കേടം ഒന്നുമല്ല, ഞാന്
തക്ഷകനാണ്. എന്തിനാ? ഇങ്ങേർക്കൊരു ശാപം കിട്ടിയിട്ടുണ്ടല്ലോ, ആ ശാപം കിട്ടിയ രാജാവിനെ ദംശിക്കാനാണ് ഞാൻ വേഷം മാറി. അപ്പൊ ചോദിച്ചു, നിങ്ങളാരാ? അപ്പൊ ഞാൻ വേറെ ആരുമല്ല, കശ്യപൻ എന്നാ പേര്. ഇയാള് ദംശിക്കുമ്പോൾ ആ രാജാവിനെ രക്ഷിക്കാനായിട്ടാണ് ആര് പോകുന്നത്? അപ്പൊ തക്ഷകന് സംശയം. അതിന് ചോദിച്ചു, അതിനുള്ള കഴിവും തന്റെ ഇടവും തനിക്കുണ്ടോ? ഓ, എനിക്കുണ്ട്. അന്നാതൊന്നും എനിക്കൊന്ന് കാണണമെന്ന് തക്ഷകൻ തന്റെ യഥാർത്ഥ രൂപം പ്രാപിച്ചു. പോകുന്ന വഴിയിൽ ഒരു വലിയ ആൽവൃക്ഷം നിൽക്കുക. സർവശക്തിയും എടുത്ത് ആ ആൽമരത്തിലേക്ക് ഒരു കൊത്തുകൊത്തി. നിമിഷങ്ങൾ കൊണ്ട് ആൽമരം കരിഞ്ഞു വീഴുകയാണ്, ഭസ്മമായി. താൻ എന്താ ചെയ്യുന്നത് എനിക്കൊന്ന്? കഴിഞ്ഞോ പരിപാടി? കഴിഞ്ഞത്. അങ്ങേര് കമണ്ടലൂരിൽ ഇത്തിരി വെള്ളമൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ ഒന്ന് ചെയ്യിച്ചു. ഒറ്റ തളിക്കല് ആൽമരം കാണുക പഴയതുപോലെ. ഇപ്പൊ തക്ഷകന് മനസ്സിലായി തന്റെ പണി നടക്കത്തില്ല. അപ്പൊ തക്ഷകൻ ചോദിച്ചു, ആട്ടെ, അങ്ങനെയാണെങ്കിൽ അങ്ങ് എന്തിനാ പോകുന്നത്? അതോ, ഞാൻ ജീവിപ്പിച്ചാൽ എനിക്ക് ഇഷ്ടം പോലെ എന്ത് കിട്ടും? പണം കിട്ടും. പണം കിട്ടിയാ പോരെയാണ്. എനിക്കിപ്പോ എങ്ങനെയാണെങ്കിലും എന്ത് പണ്ട് നമ്പ്യാര് പറഞ്ഞ ദീപസ്തംഭം മഹാശരീരം നമുക്കും കിട്ടണം പണം. അതെ, എനിക്ക് ഒരു അതിന്റെ എത്രയാ തുക, അത് ഞാൻ എന്നെ തന്നേക്കാം, നിങ്ങൾ തിരിച്ചു പോകാൻ പറഞ്ഞു. അങ്ങനെ കശ്യപൻ എന്ത് ചെയ്തു? തക്ഷകനിൽ നിന്നും പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയി. നേരെ തക്ഷകൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് കേറിയപ്പോൾ 7-ാം ദിവസമായി, ഉച്ചയായി. കേറാൻ നോക്കിയിട്ട് അവര് കയറ്റുകയില്ല. അപ്പം മനസ്സിലായി നടക്കത്തില്ല. തക്ഷകൻ മാറിയിട്ട് തന്റെ കൂട്ടുകാരെ എല്ലാം കൂട്ടിയിട്ട് പറഞ്ഞു, കയറ്റി വിടില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, സമയം ഏതാണ്ട് അതിക്രമിക്കാറായി, ഇനി നമുക്കധികം സമയമില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാം ബ്രാഹ്മണന്റെ വേഷത്തിൽ പോണം. എന്നിട്ട് അവിടെ ഇപ്പൊ ചെന്നിട്ട് പറയണം, സാമവേദം അവസാന സമയത്ത് സാമവേദ മന്ത്രങ്ങൾ ആരെ കേൾപ്പിക്കാൻ? ഈ പരീക്ഷത്തിനെ കേൾപ്പിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടയിൽ കുറച്ച് പഴവർഗ്ഗങ്ങളുമെല്ലാം കൊണ്ടുപോകണം. ഏതെങ്കിലും ഒരു പഴത്തിനകത്ത് ഞാൻ കയറി ഇരുന്നോളാമോ? അങ്ങനെ ഇവരവിടെ ചെന്നു. അപ്പൊ ആദ്യമൊക്കെ അവർ തടഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞു, ഞങ്ങള് വേദമന്ത്രമൊക്കെ ചൊല്ലാനോ? വേദമന്ത്രവും എന്ത് മന്ത്രമാണേലും എപ്പൊ ചൊല്ലണ്ട. ഇത് കഴിയുമ്പോ ഇനിയിപ്പം 2-3 മിനിറ്റ് കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്നാ വേണ വന്ന് ചൊല്ലിക്കും. ഇപ്പൊ പറ്റത്തില്ല, ഒരു തരത്തിൽ ഇവര് കയറ്റിവിടില്ല. അവസാനം കൂട്ടത്തിൽ നിന്ന് ഒരു തിരുമേനി പറഞ്ഞു, ഒരു കാര്യം, ഞങ്ങളെ കയറ്റിവിടണ്ട, ഈ പഴം ഞങ്ങൾ മന്ത്രമൊക്കെ ജപിച്ചു കൊണ്ടുവന്നതാ, ഇത് അദ്ദേഹത്തിന്റെ ആയുസ്സിന് നല്ലതാ, ഇതങ്ങോട്ട് കൊണ്ടുപോ. അത് വേണേ കൊടുത്തേക്കാന്ന് പറഞ്ഞു. ഇവരൊരു കൊട്ട പഴവും കൊണ്ടുപോയി ആർക്ക് കൊടുത്തു? എന്നിട്ട് പറഞ്ഞു, താഴെ കുറെ ബ്രാഹ്മണര് വന്നായിരുന്നു, അവര് കൊണ്ടു തന്ന പഴം. ഓ, എന്നാ പിന്നെ അവര് കൊണ്ടു തന്നല്ലേ, എന്നാ പിന്നെ കഴിച്ചേക്കാം എന്ന് വെച്ചൊരു മാമ്പഴം എടുത്തു. ഒന്ന് പൂളി, ഒട്ടുമാവിന്റെ മാമ്പഴമായിരുന്നു. കാരണം ഇതങ്ങോട്ട് പൂളി എടുത്തപ്പം അതിനകത്ത് ഒരു ചെറിയ പുഴു ഇരിക്കുന്നു. അഹങ്കാരം കൊണ്ട് ആ കത്തി കൊണ്ട് തന്നെ ഈ പുഴുവിനെ ഇന്ന് പോക്കിയത്. ആഹാ, തക്ഷകന് പറ്റാത്തത് കൊണ്ടാണോ, ഈ പുഴുവാണോ ഇനി എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ തോണ്ടിയെടുത്ത് തോളയിലേക്ക് വെച്ചു. അടുത്ത നിമിഷം ഈ പുഴു ആരായി മാറുകയാണ്? നിമിഷങ്ങൾ കൊണ്ട് ദംശിച്ചു. ആകാശത്തിലൂടെ കഥകിന്റെ മുകളിലുള്ള ജനലിൽ കൂടെ തക്ഷകൻ പറന്ന് പോവുകയും ചെയ്തു. എല്ലാവരും അറിഞ്ഞു. അപ്പോഴേക്കും പുത്രനായിരിക്കുന്ന ജനമേജയൻ അവിടെ എത്തി. തന്റെ അച്ഛന്റെ സംസ്കാരമെല്ലാം നടത്തി. അപ്പോഴാണ് കബഡി വെക്കുന്നവരൊക്കെ കബഡി വെച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ അച്ഛന് മോക്ഷം കിട്ടിയിട്ടില്ല. കാര്യം എന്താ? 2-3 കാര്യങ്ങൾ പറയും. ഒന്ന്, സർപ്പദംശനം ഏറ്റുമരിക്കുക. ഇവർക്ക് മോക്ഷം കിട്ടുകയില്ലെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞതല്ലേ, എന്നെ പിടികൂടുന്നത് ഗരുഡപുരാണത്തിലാണ്. പിന്നെ പറയുന്നത് ആകാശത്ത് വെച്ച് മരിക്കുക. പരീക്ഷത്തിനെ സംഭവിച്ച് ഇത് രണ്ടും നടന്നു. മരണം എവിടെ വെച്ചാ? 7-ാം നില. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു കാരണവശാലും ഫ്ലാറ്റിൽ പോയി കിടന്ന് മരിക്കരുത്. കിടക്കിടന്നേ കിടക്കാവൂ. താഴത്തെ നിലയിൽ കിടന്ന് 2-ാം നില മുറിയെങ്കിൽ മരിക്കാറാകുമ്പോ പിള്ളേരോട് പറഞ്ഞേക്കണം, എന്നെ എടുത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിച്ചേക്കണേ.
അപ്പൊ 7-ാം നിലയില ആകാശത്ത. മറ്റൊന്ന് എന്താണ്? സർപ്പദംശനം. അതുകൊണ്ട് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യണമോ ഗയയിൽ പോയി ശ്രാദ്ധം നടത്തി. സകല കർമ്മങ്ങളും ആര് ചെയ്തു? ജനമേജയൻ ചെയ്തു. ഏകദേശം മനസ്സിനൊരു സംതൃപ്തിയൊക്കെ ആയി. അച്ഛന്റെ ആ ജീവന് മോക്ഷമൊക്കെ കിട്ടി എന്ന് കഴിഞ്ഞ് ഒക്കെ ഇരുന്ന് അങ്ങനെ പിന്നീട് പരീക്ഷത്തിന്റെ മകനായ ജനമേജയൻ രാജ്യം ഭരിക്കാൻ ആരംഭിച്ചു. കാശി രാജാവിന്റെ പുത്രിയായിരിക്കുന്ന വപുഷ്ടമയെ വിവാഹം കഴിച്ചു. വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ചു. ദിഗ്വിജയങ്ങളും ഒക്കെ നടത്തി അങ്ങനെ വിജയ ശ്രീലാളിതനായിട്ട് ആര് കഴിയുകയാണ്? ജനമേജയൻ. അങ്ങനെ ഒരു ദിവസം ജനമേജയ മഹാരാജാവ് തന്റെ സദസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സദസ്സ് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു ബ്രാഹ്മണൻ കയറി വരുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഉത്തങ്കൻ എന്നായിരുന്നു. വന്ന ഉടനെ തന്നെ ജനമേജയ മഹാരാജാവിനെ ചീത്ത വിളിക്കുകയാണ്. എന്താ പറഞ്ഞത്? അങ്ങേക്ക് ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങയെ ദ്രോഹിച്ചവരോടുള്ള, ശത്രുക്കളോടുള്ള ആ ഭാവവും അങ്ങേക്കില്ല. ഇതൊന്നും കേട്ടിട്ട് ആർക്കൊന്നും മനസ്സിലാകുന്നില്ല. ജനമേജയന് മനസ്സിലാകുന്നില്ല. അപ്പൊ അദ്ദേഹം കൈതൊഴുതുകൊണ്ട് ചോദിച്ചു, അങ്ങ് എന്താ പറയുന്നത്? അല്ല, സ്വന്തം അച്ഛനെ കൊന്നവനോട് ഒരു പ്രതികാരവും ചെയ്യാതെയല്ലേ അങ്ങേ കസേരയിരിക്കുന്നത്? അപ്പൊ അതിനിപ്പോ എന്താ? തക്ഷകനാണ് കടിച്ചത്. പക്ഷെ തക്ഷകൻ ചുമ്മാ കടിച്ചതല്ലല്ലോ. ആരുടെ ശാപം കൊണ്ടാ? മുനികുമാരന്റെ ശാപം കൊണ്ട്. അതിന് തക്ഷകൻ ഒരു കാരണക്കാരൻ ആയി എന്ന് മാത്രമല്ലേ ഉള്ളൂ. അതിന് തക്ഷകൻ എന്ത് പിഴച്ചു? അപ്പൊ അങ്ങനെ സംഭവം ഒന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അയ്യോ, തക്ഷകൻ ദംശിച്ചാൽ രക്ഷപ്പെടുത്താനായിട്ട് ആര് വന്നതാ? കശ്യപൻ. ഈ കശ്യപനെ കാശ് കൊടുത്ത് ഓടിച്ചു വിട്ടതാരാ? ഈ തക്ഷകനാണ്. അപ്പോ തക്ഷകനെ അങ്ങ് വെറുതെ വിട്ടിരിക്കുക. അതുകൊണ്ട് അങ്ങയുടെ അച്ഛൻ എന്ത് കിട്ടിയിട്ടില്ല? മോക്ഷവും കിട്ടിയിട്ടില്ല, മുക്തിയും കിട്ടിയിട്ടില്ല എന്നൊക്കെ ആര് പറഞ്ഞു? ഉത്തങ്കൻ അവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് അങ്ങ് ചെയ്യേണ്ടുന്ന വിഷയം അങ്ങ് ചെയ്തില്ല. അങ്ങേക്കറിയാമോ? അങ്ങേക്കാരും എത്രയോ ഭേദമായിരുന്നു ആ രുരു എന്ന് പറയുന്ന ഒരാള്. തന്റെ പത്നി ഉണ്ടായിരുന്നു. രുരുവും പത്നിയും കൂടി ഇങ്ങനെ ഹോമത്തിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ കാട്ടിൽ പോയി ശേഖരിച്ചുകൊണ്ട് വരുമായിരുന്നു. ആ രുരു എത്ര ഭേദമായിരുന്നു അങ്ങേയേക്കാൾ. തന്റെ ഭാര്യയെ ദംശിച്ച ആ സർപ്പത്തിനോടുള്ള പകയ്ക്ക് അയാൾ ചെയ്തതെന്താ? സർപ്പവംശത്തെ മുഴുവൻ ഇല്ലാതാക്കും എന്ന് പ്രതിജ്ഞയെടുത്ത് ആ പ്രവൃത്തി ചെയ്തവനാണ്. അപ്പോഴാണ് ജനമേജയൻ ചോദിച്ചത്, അതെന്താ സംഭവം? അപ്പോഴാണ് ആ കഥ പറയുന്നത്. രുരു തന്റെ ഭാര്യയുമായി ഇങ്ങനെ കാട്ടിൽ പല ഹോമവസ്തുക്കളും ശേഖരിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ പോകുമ്പോഴാണ് രുരുവിന്റെ പത്നിയെ ഒരു സർപ്പം ദംശിച്ചു, മരിച്ചു. അവിടെ വെച്ച് രുരു ഒരു പ്രതിജ്ഞ ചെയ്തു, ഇനി മേലാൽ എന്റെ മുമ്പിൽ ഏതു പാമ്പിനെ കണ്ടാലും ഞാൻ തല്ലിക്കൊല്ലും. അന്നു മുതൽ പാമ്പ് വർഗത്തിൽ ആരെ കണ്ടാലും രുരു എന്ത് ചെയ്യാം? തല്ലിക്കൊല്ലുക. അങ്ങനെ ഒരു ദിവസം ഈ രുരു പാമ്പുകളെ കൊണ്ടുകൊണ്ടു പോകുമ്പോഴാണ് യാദൃച്ഛികമായിട്ട് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു ഡുണ്ടുഭം എന്നാ പറയുക. ഡുണ്ടുഭം എന്ന് പറഞ്ഞാൽ ചേര. ഒരു ചേര വന്ന് മുമ്പിൽ വീണു. ആ ചേരയെ കൊല്ലാനായിട്ട് വടിയോങ്ങി അടിച്ചപ്പോൾ ചേര പറഞ്ഞു, എന്നെ എന്തിനാ കൊല്ലുന്നത്? നിന്റെ വംശത്തിൽപ്പെട്ടവർ എന്റെ ഭാര്യയെ കൊന്നു. എന്റെ വംശത്തിൽപ്പെട്ടവരായിരിക്കും, പക്ഷെ ഞാൻ വെറും ഒരു ചേരയാ, ഞാൻ ആരെ ഉപദ്രവിക്കത്തില്ല. അതുകൊണ്ട് എന്നെ എന്തിനാ വെറുതെ കൊല്ലുന്നത് എന്ന് ഈ ചേര സംസാരിച്ചപ്പോൾ രുരുവിനൊരു സംശയം, ഇവനെന്തോ പ്രശ്നം. ചോദിച്ചു, നീ ആരാണ്? അപ്പൊ ആ ചേര തന്റെ ചരിത്രം പറയുക. എന്താണ്? എന്റെ പൂർവ്വജന്മത്തിൽ ഞാനൊരു ബ്രാഹ്മണൻ ആയിരുന്നു. അവിടെ വെച്ച് എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അവന്റെ പേരായിരുന്നു ഖഗമൻ. പേരൊക്കെ പറയാൻ ഇച്ചിരി പാടാ. ഖഗമൻ എന്നായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വലിയ കൂട്ടുകാരായി ഇങ്ങനെ കഴിയുന്ന സമയത്ത് ഈ ഖഗമന് പാമ്പുകളെ കണ്ടാൽ ഭയങ്കര ഭയമായിരുന്നു. ഒരു ദിവസം ഖഗമൻ വന്നപ്പോൾ ഞാൻ ഈ ഓല കൊണ്ട്, തെങ്ങിന്റെ ഒക്കെ ഓലയില്ലേ,
അതുകൊണ്ടൊരു പാമ്പിന്റെ രൂപം ഉണ്ടാക്കി കകമൻ വന്നപ്പോൾ ഇതെടുത്ത് അങ്ങോട്ടിട്ടു. ഇതോടുകൂടി ആര് ഭയന്നു വിറച്ചു? കകമൻ. ദേഷ്യം വന്ന കകമൻ അവിടെ വെച്ച് എന്നെ ശപിച്ചു, നീ ഒരു പാമ്പായി തീരട്ടെ. അന്ന് മുതൽ അപ്പൊ പറഞ്ഞു, കാലിലൊക്കെ വീണപ്പോ പറഞ്ഞു, സാരമില്ല, ഒരിക്കൽ നീ ആരുടെ മുമ്പിൽ വന്നുപെടും? രുരു എന്നു പേരുള്ള ആളിന്റെ മുമ്പിൽ വന്നു വിടുമ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന അപ്പൊ രുരു പറഞ്ഞു, ആ രുരുവാണ് ഞാൻ. അവിടെ വെച്ച് ഈ ചേരയ്ക്ക് മോക്ഷം കിട്ടി, അതും പോയി. രുരുവും അന്ന് മുതൽ പിന്നെ ഈ പാമ്പുകളെ കൊല്ലുന്ന ഏർപ്പാട് അതോടുകൂടി നിർത്തി. അതുകൊണ്ട് ഇപ്പം ബാബാ സുരേഷിനൊക്കെ അല്പം പണിയുണ്ട്. ഏതായാലും എന്താണ്, ആ പരിപാടി അങ്ങ് നിർത്തലാക്കി. അപ്പൊ പറയണം, കണ്ടോ, ആ രുരുവിന് തന്റെ പത്നിയെ കൊന്നവരോടുള്ള പക എങ്ങനെയാണ് തീർത്തത്? അങ്ങയുടെ സ്വന്തം പിതാവിനെ കൊന്നവനോട് ഒരു പകയുമില്ലാതെ, അതിന് എതിരായിട്ടൊന്നും ചെയ്യാതെ ഇങ്ങനെ കഴിയാൻ അങ്ങയ്ക്ക് നാണമില്ലേ എന്ന് പറഞ്ഞപ്പോൾ ജനമേജയൻ അങ്ങോട്ട് കോപം വന്നു. ശരിയാണല്ലോ, ഈ തക്ഷകൻ ഈ പണി കാണിച്ചിട്ടാണ് തന്റെ പിതാവിനെ. അങ്ങനെയാണെങ്കിൽ ഈ തക്ഷകനെ വധിക്കണം. അപ്പോ ഈ ഉത്തങ്കൻ എന്തിനാ ഇങ്ങനെ വന്നു പറഞ്ഞത്? ഉത്തങ്കൻ ഇത്തിരി കലി ആരോടുണ്ട്? ഈ തക്ഷകനോട്. കാരണം ഉത്തങ്കൻ പോകുന്ന വഴിയിലൊക്കെ ഉത്തങ്കനെ പേടിപ്പിക്കാൻ ആര് ചെയ്യും? തക്ഷകൻ. എവിടെ പോയാലും ഉത്തങ്കനെ ഇട്ട് ഓടിക്കും. ആര്? ഈ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട ആര് ജനമേജയനെ പോയി കണ്ടത്? ഈ വിഷയം എടുത്തിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സർപ്പസത്രം തന്നെ നടത്തിയേക്കാം തീരുമാനിച്ചു. ഈ സർപ്പസത്രത്തിന്റെ യജ്ഞ പശു തക്ഷകനാണ്. ഇതിനുള്ള ആചാര്യനായിട്ട് ആരെ നിയമിച്ചു? ഉത്തങ്കനെ തീരുമാനിച്ചു. സർപ്പസത്രം ആരംഭിക്കുകയാണ്. ഓരോ സർപ്പത്തെയും ആര്? ഉത്തങ്കൻ എന്ത് ചെയ്യുക? ഇങ്ങോട്ട് ആവാഹിക്കുക. ഓരോന്നിനെ എടുത്തിട്ട്. കണ്ടിട്ടുണ്ടോ ഈ ആവാഹിക്കും? വീട്ടിലൊക്കെ പിതൃദോഷവും ഒക്കെ ഉള്ളപ്പം സുദർശന ഹോമം നടത്തിയ ജ്യോത്സ്യന് പറയുകയല്ലേ, മുത്തശ്ശൻ ഇപ്പോഴും വഴി കൂടെ ഒക്കെ നടക്കുക, അതുകൊണ്ട് ചതുർബാഹുവിൽ കയറ്റണം അല്ലെ? അങ്ങനല്ലേ? ചിലരെയൊക്കെ എങ്ങനെയാ? സ്ത്രീ രൂപത്തിൽ, ചിലരെ ആൾ രൂപത്തിൽ, ചിലരെ അങ്ങനെ പറയാറില്ലേ? അങ്ങനെ ഈ എന്താണ് ഹോമം നടത്തും. ആ കൂട്ടത്തിൽ ആര്? ഈ തിരുവേരി എന്ത് ചെയ്യും? അപ്പൂപ്പന്മാരെ പിടിക്കും. അപ്പം ബന്ധുക്കളെല്ലാം വന്നിരിക്കണം. എന്നിട്ടോ നമ്മുടെ കയ്യിൽ എന്ത് തരും? അക്ഷതോ പൂവൊക്കെ തന്നു അമ്മൂമ്മയെ ഓർത്തോളാൻ പറയും. അമ്മൂമ്മയുടെ നാളും പേരും ഒക്കെ ഓർത്ത് നമ്മളോട് എല്ലാവരോടും പറഞ്ഞു കണ്ണടച്ച് അമ്മൂമ്മയെ പ്രാർത്ഥിക്കും. ആ കൂട്ടത്തിൽ തിരുമേനി എന്ത് ചെയ്യും? ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു ഞെട്ട് ഞെട്ടും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അമ്മൂമ്മ പിടിച്ചു. അപ്പോൾ അവിടെ ഇരിക്കുന്ന കവടിക്കാരനോട് പറയും ലക്കം പറയും. പുള്ളി അതങ്ങോട്ട് മകരലക്കം പിടിച്ചു. കുറച്ച് കഴിയുമ്പോ പല രീതിയിലും പിടിച്ചിട്ട് ചില അമ്മൂമ്മമാര് പിടി വീഴുകയാണ്. അപ്പോഴത്തേക്കാണ് എന്തെങ്കിലും എവിടെങ്കിലും ഗുരുവായൂർ കൊണ്ടുപോയി പിടിപ്പണം വെച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് നോക്കാൻ പറയാം. അപ്പൊ അറിഞ്ഞിട്ടും ഇങ്ങനെ പിടി. ഇതേപോലെ ഓരോ നാഗത്തെയും ആര്? ഉത്തങ്കനെ ആവാഹിച്ചെടുത്ത് ഞെട്ടുക. അവസാനം പ്രധാനികളെ പിടിക്കാൻ തുടങ്ങി. വാസുകി, ഗുളികൻ, ശംഖചൂടൻ ഇവരെയൊക്കെ പിടിവീഴാൻ തുടങ്ങിയപ്പോൾ ഇവരെല്ലാം കൂടെ നേരെ ഓടി. എവിടെ? ദേവേന്ദ്രന്റെ അടുക്ക് ചെന്നു. കാലേ വീണു. ദേവേന്ദ്രൻ എന്ത് ചെയ്തു? നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ സെറ്റ് ചെയ്തിരുന്നോളാൻ പറഞ്ഞു. വീണ്ടും ആര്? ഈ ഉത്തങ്കൻ ആവാഹിക്കാൻ തുടങ്ങി. എത്ര ആവാഹിച്ചിട്ടും ഇവരെ കിട്ടുന്നില്ല. ഒന്നുകൂടെ ധ്യാനിച്ചപ്പോഴാണ് കണ്ടത് ദേവേന്ദ്രൻ ആരെ പിടിച്ചു വെച്ചിരിക്കുക. ഒട്ടും മടിച്ചില്ല. അടുത്ത ആവാഹനം എടുത്തു. ആരെ കൂട്ടി? ദേവേന്ദ്രനെ കൂട്ടി ഇങ്ങോട്ടാവാ. അപ്പൊ പതുക്കെ ദേവേന്ദ്രന്റെ സീറ്റ് അനക്കം വന്നപ്പോ എല്ലാം പൊക്കോളാൻ പറഞ്ഞു. എന്റെ പണി കൊടുത്തി ഓടിച്ചു വിട്ടു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ രക്ഷയില്ല, ഇനി പോകും. അവസാനം ബ്രഹ്മദേവന്റെ അടുക്കൽ ഓടിയെത്തുകയാണ്. തക്ഷകൻ കരഞ്ഞു പറഞ്ഞു കുഴപ്പമായി. അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ തന്നെ വാസുകിയെ വിളിച്ചിട്ടാ വന്ന്, നിന്റെ ഒരു സഹോദരിയില്ലേ ജരത്കാരി,
ജലത്കാരുവിന്റെ പുത്രനുണ്ട് ആസ്തികൻ. ആ ആസ്തികനെ ഭജിക്കാൻ പറഞ്ഞു. ഇവരെല്ലാവരും കൂടെ ആസ്തികനെ സ്തുതിച്ചു, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഈ ആസ്തികൻ പിന്നെ സർപ്പസത്രം നടക്കുന്നിടത്തേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് ജനമേജയ മഹാരാജാവിനോട് പറഞ്ഞു, നിർത്താൻ പറഞ്ഞു സർപ്പസത്രം. ഒരാൾ ചെയ്ത തെറ്റിന് എന്തിനാണ് വംശം മുഴുവൻ ഇല്ലാതാക്കുന്നത്? അങ്ങയുടെ അച്ഛന് ഈ സർപ്പസത്രം നടത്തിയാലും ഇതൊന്നും നടക്കത്തില്ല, അതിന് വേണ്ടുന്ന മറ്റു കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ജനമേജയൻ പറഞ്ഞു, നിർത്താൻ പറഞ്ഞു. അപ്പോ ഈ ഉത്തങ്കനെ ഇനി മുതൽ ആരും ഉപദ്രവിക്കത്തില്ല, തക്ഷകനും ഉപദ്രവിക്കില്ല, അത് ഞാൻ വാക്ക് തന്നിരിക്കുന്നു. അവിടെ വെച്ച് സർപ്പസത്രം നിർത്തി ഉത്തങ്കനെ വഴിക്കുപോയി. ഇപ്പോഴും പ്രശ്നം കിടക്കുക എന്താ? തന്റെ അച്ഛൻ എന്ത് കിട്ടിയിട്ടില്ല? ഉടൻ തന്നെ വ്യാസനോട് ചോദിച്ചു, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ പറഞ്ഞു, അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ എഴുതിയ മഹാഭാരതം മുഴുവൻ കേൾക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്നു കൊണ്ടാണ് വ്യാസമഹർഷി ആർക്ക്? ജനമേജയ മഹാരാജാവിന് ഏത് പറഞ്ഞു കൊടുക്കുകയാണ്? മഹാഭാരതം. അതാണ് ജനമേജയനും മഹാഭാരതവും തമ്മിലുള്ള ബന്ധം വന്നത്. ഇത് കേട്ടിട്ടും ആർക്ക് കിട്ടിയില്ല? ഈ ജനമേജയൻ. അപ്പോഴാണ് പറഞ്ഞത്, എന്നാ ശരി, ഞാൻ എഴുതിയ ദേവി ഭാഗവതം കേൾക്കാൻ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ജനമേജയ മഹാരാജാവിന് എന്ത് പറയാൻ കൊടുക്കുകയാണ്? ദേവി ഭാഗവതം പറയാൻ ആരംഭിക്കുകയാണ്. അപ്പോഴാണ് അവിടെ വെച്ച് ജനമേജയ മഹാരാജാവ് വ്യാസനോട് ചോദിച്ചു, ഈ സർപ്പസത്രം തടയാൻ വന്ന ആസ്തികൻ ആരാണ്? അതേപോലെ തന്നെ ഈ ആസ്തികൻ ഇവിടെ വരാൻ കാരണവും ഈ സർപ്പങ്ങളെല്ലാം ഈ അഗ്നിയിൽ വീണ് ഇങ്ങനെ ദഹിക്കാനും ഇവർക്ക് പൂർവ്വം എന്തെങ്കിലും ശാപം ഉണ്ടായിട്ടുണ്ടോ? അതും എനിക്ക് വിസ്തരിച്ചു പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ദേവി ഭാഗവതം, യഥാർത്ഥത്തിൽ ദേവി ഭാഗവതം ആരംഭിക്കുന്നത് ഇവിടെ തൊട്ടാണ്. ജനമേജയന് ആര് പറഞ്ഞു കൊടുക്കുകയാണ്? വ്യാസൻ നേരിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഭാഗം മുതൽ ഇനി നാളെ അവിടെ തൊട്ട് ആസ്തികന്റെ കഥ മുതൽ, ആസ്തികൻ ആരായിരുന്നു, എന്തുകൊണ്ടാണ് ഇവര് വെള്ളത്തിന്റെ അഗ്നിയിൽ വീണ് മരിച്ചത്, അവിടെ വെച്ച് എന്താണ് പരാശക്തിയുടെ സ്വരൂപം എന്നുള്ള ഒരു വലിയ വിഷയം, അതെല്ലാം കഴിഞ്ഞിട്ട് ആ ദേവിയെ ഭജിക്കാനായിട്ട് ഏതെങ്കിലും ബീജം മാത്രം മതി. അതിൽ ഒരാള് ഏതാണ് ഐം എന്ന മന്ത്രം ബീജരഹിതമായി ജനിച്ച് വലിയ നിലയിൽ എത്തി എന്നൊക്കെ പറയുന്ന ദേവിയുടെ മാഹാത്മ്യങ്ങളെ പിന്നീട് പറഞ്ഞു വരികയാണ്. അതിന് 8:20 ഇനി ഇവിടെ അങ്ങ് നിർത്താം. രാവിലെ നാളെ നേരത്തെ വന്ന് 10 മണിക്കോ അല്ലെങ്കിൽ 10:30 നമുക്ക് ആരംഭിച്ച് അതും പറയാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്.